ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ്. അരി അരച്ച ഉടനെ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഉണ്ണിയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഈസ്റ്റും സോഡാപ്പൊടിയും ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. ഒരു മായവും ചേർക്കാതെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നമുക്ക് നോക്കി വന്നാലോ. ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ 4 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഏകദേശം 1 കിലോ പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. ഈ അരിനെ ഒന്ന് നല്ല കഴുകിയെടുത്തതിന് ശേഷം ഒരു 6 to 7 മണിക്കൂറെങ്കിലും നമുക്കൊന്ന് കുതിർത്തിയെടുക്കണം. അപ്പോൾ നമ്മൾ അരിയൊക്കെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇതൊരു 7 മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് ഞാനിവിടെ ഒരു 3/4 കിലോ ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നമുക്കൊന്ന് ശർക്കരപ്പാനി തയ്യാറാക്കിയെടുക്കാം. ഇതിലേക്കൊരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഞാനൊന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമ്മുടെ ശർക്കരപ്പാനിയൊക്കെ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ അരിയൊക്കെ നല്ലോണം ഒന്ന് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നമുക്ക് അരച്ചെടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് അരച്ചെടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിതിലേക്ക് പകുതി അരി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 5 ഏലക്ക കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കരപ്പാനി ഒഴിച്ചു കൊടുക്കുമ്പോൾ ചെറു ചൂടോടെ ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് വേറെ വെള്ളമൊന്നും ചേർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ നമുക്ക് അരി അരച്ചെടുത്തിട്ടുണ്ട്. ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഓവറായിട്ട് അരയാനും പാടില്ല, എന്നാൽ കുറച്ച് തരിയായിട്ട് അരച്ചെടുക്കണം. ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു പഴമാണ്. ഈ പഴം ഞാനൊന്ന് മിക്സിയിലേക്ക് അരച്ച് കൊടുത്തിട്ട് ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കൊന്ന് നല്ലോണം മിക്സാക്കി എടുക്കാം. ഇതിലേക്ക് ഞാൻ 1 കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. 250 ഗ്രാം മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ മാവൊന്ന് കട്ടിയായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ശർക്കരപ്പാനിയും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മധുരം നിങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പാനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്ക് നമ്മുടെ മാവ് ഇതേപോലെ ഈ രീതിയിലാണ്. ഉണ്ണിയപ്പത്തിന് നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് തേങ്ങ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. പാന് നല്ലോണം ഒന്ന് ചൂടായതിന് ശേഷം നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. ഇപ്പോൾ ഞാനിവിടെ 1.5 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് നല്ല ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് തേങ്ങ ചെറിയ ഇതും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം. ഇപ്പോൾ ഇതേപോലെ നല്ല ബ്രൗൺ കളറായി വരുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് നമ്മുടെ മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കണ്ട, നമുക്ക് ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കാം ഉണ്ണിയപ്പം. ഇതേ രീതിയിൽ ഞാനിവിടെ മാവ് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ണിയപ്പത്തിൻ്റെ ചട്ടി ഒന്ന് വെച്ച് കൊടുത്തിട്ട് എണ്ണ നല്ല ചൂടായതിനു ശേഷം നമുക്ക് ഓരോ തവി മാവായിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മാവ് ഒഴിച്ചു കൊടുക്കുമ്പോൾ കുറവായിട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, അരി അരച്ച ഉടനെ തന്നെ തയ്യാറാക്കി എടുക്കുന്ന ഉണ്ണിയപ്പം എണ്ണയിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ പൊന്തി വരുന്നത് കണ്ടില്ലേ. ഇതിലേക്ക് ഞാൻ സോഡാപ്പൊടി ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ അരി അരച്ച ഉടനെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് എല്ലാ മാവും ഇതിലേപോലെ ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഉണ്ണിയപ്പം തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ ഞാനിവിടെ ചുട്ടെടുത്തിട്ടുണ്ട്. ഈ ഉണ്ണിയപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ ഈസിയാണ്. അപ്പോൾ ഉണ്ണിയപ്പം ഇതുവരെ തയ്യാറാക്കിയിട്ട് റെഡിയാവാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്.